പ്രിയപ്പെട്ട മറുനാടൻ പ്രേക്ഷകരെ, നിങ്ങൾ ഈ വീഡിയോ കേൾക്കാതെ പോവരുത്. വളരെ ഗൗരവമേറിയ മറുനാടനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഗംഗോത്രി എന്നൊരു പേര് ഇതിൽ കണ്ടപ്പോൾ ചിലർക്കൊക്കെ കൗതുകം തോന്നിക്കാണും, ആരാണ് ഈ ഗംഗോത്രി എന്ന്. ബോധപൂർവമാണ് ഞാൻ ഗംഗോത്രിയുടെ പേര് തമ്പിലും ടൈറ്റിലും കൊടുത്തത്. ഗംഗോത്രി മറ്റാരുമല്ല, എൻ്റെ മകളാണ്. എൻ്റെ മകൾ ഗംഗോത്രി അടക്കം ഏതാണ്ട് 100ഓളം പേർ ഈ വരുന്ന ഞായറാഴ്ച, അതായത് ഒക്ടോബർ മാസം 19-ാം തീയതി ബ്രിട്ടനിലെ ലെസ്റ്റർ എന്ന് പറയുന്ന ടൗണിൽ മജീഷ്യൻ മുതുകാടിനൊപ്പം ഒരു നടത്തത്തിന് പദ്ധതിയിടുന്നു. അത് ചെറിയ കാര്യമല്ല. മുതുകാടിന് വലിയൊരു സ്വപ്നമുണ്ട്. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന മുതുകാടിൻ്റെ ഒരു സ്വപ്നമുണ്ട്. തിരുവനന്തപുരത്ത് ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നു. അത് അദ്ദേഹം കാസർഗോഡ് എൻഡോസൾഫാൻ ബാധിതർക്കും ബാധകമാക്കുകയാണ്. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വലിയൊരു സ്വപ്ന പദ്ധതി, ഏതാണ് 150 കോടി രൂപ മുടക്കി ഒരു സ്വപ്ന പദ്ധതിക്ക് അദ്ദേഹം കാസർഗോഡ് തുടക്കമിട്ടു. ആ പദ്ധതിയെ സഹായിക്കാൻ വേണ്ടിയാണ് മുതുകാടിനൊപ്പം എൻ്റെ മകളടക്കമുള്ള 100 പേർ നടക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ പറയുന്നതിന് മുൻപ് ഒരു കാര്യം ഞാൻ പ്രേക്ഷകരോട് പറയട്ടെ. അന്ന് വൈകുന്നേരം 19-ാം തീയതി വൈകുന്നേരം ഏതാണ്ട് 4:30 മണിക്ക് ലെസ്റ്ററിലെ പ്രജാപതി ഹാളിൽ ഒരു അസാധാരണമായ സ്റ്റേജ് ഷോ ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷനാണ് അതിന് സംഘാടകർ. മുതുകാടും നിരവധി കലാകാരന്മാരും ഒരുമിച്ച് മാജിക് ഷോയും മ്യൂസിക്കും മോട്ടിവേഷണൽ സ്പീക്കും ഒക്കെ ഉൾപ്പെട്ട ഒരു അസാധാരണ പരിപാടി. ഈ പരിപാടി ഓസ്ട്രേലിയയിൽ നടത്തിയപ്പോൾ അത് വലിയ വിജയമായിരുന്നത് പങ്കെടുത്തവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ പരിപാടിക്ക് ഒരാളുടെ ടിക്കറ്റ് നിരക്ക് കേവലം 10 പൗണ്ട് മാത്രമാണ്, എന്ന് വെച്ചാൽ 1000 രൂപ. ഈ 10 പൗണ്ട് മുടക്കി നിങ്ങൾ ഇത് കാണണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഏതാണ്ട് 3 മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന അസാധാരണമായൊരു കലാവിരുന്നാണ്. മുതുകാട് സൗജന്യമായാണ് പരിപാടി നടത്തുന്നത്. സ്റ്റേജിൻ്റെ വാടകയടക്കമുള്ള മറ്റു ചെലവുകൾ ഞങ്ങളാണ് വഹിക്കുന്നത്. കിട്ടുന്ന പണം മുതുകാടിൻ്റെ സ്വപ്ന പദ്ധതിക്ക് കൊടുക്കുന്നു. UK-യിലെ എല്ലാ മലയാളികളോടും ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം ഒരു പ്രധാനപ്പെട്ട അഭ്യർത്ഥന കൂടിയുണ്ട്. ഈ പരിപാടിയുടെ മുമ്പിൽ എൻ്റെ നിർദ്ദേശപ്രകാരം 25 VVIP സീറ്റുകൾ ഒരുക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ വിമാനത്തിലെ ബിസിനസ് ക്ലാസ് സീറ്റുകൾ പോലുള്ള മനോഹരമായ സീറ്റുകൾ, ആവശ്യത്തിന് ഇടയുള്ള ചെരിഞ്ഞിരുന്ന് കാണാൻ സൗകര്യമുള്ള മനോഹരമായ 25 സീറ്റുകൾ. ഈ സീറ്റുകൾ UK-യിലെ അത്യാവശ്യം കയ്യിൽ കാശുള്ള ബിസിനസ്സുകാരാണെങ്കിലും മിച്ചം വയ്ക്കാൻ താല്പര്യമുള്ളവരാണെങ്കിലും എടുക്കണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. 250 പൗണ്ടാണ് ഒരു ടിക്കറ്റിന് ഈടാക്കുന്നത്. 250 പൗണ്ടിന് മുതലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നിങ്ങൾ പക്ഷേ മുതുകാടിൻ്റെ ഈ പദ്ധതിയോട് സഹകരിക്കുന്നതിൻ്റെ ഭാഗമായി 250 പൗണ്ട് മുടക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അല്ലെങ്കിൽ 10 പൗണ്ട് വെച്ച് കൊടുത്താൽ എല്ലാ സീറ്റും നിറഞ്ഞാൽ കിട്ടുന്ന 8000 പൗണ്ടാണ്. അതിനേക്കാൾ കൂടുതൽ ചെലവ് ഈ പരിപാടിക്കുണ്ടാവും. അതുകൊണ്ട് കുറച്ച് പേരെങ്കിലും 250 പൗണ്ടിൻ്റെ ടിക്കറ്റ് എടുത്ത് ഇത് കണ്ടാൽ മാത്രമേ ഈ സ്റ്റേജ് ഷോ കൊണ്ട് ആർക്കെങ്കിലും ഗുണമുണ്ടാവൂ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ UK-യിൽ താമസിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും UK-യിൽ താമസിക്കുന്ന 250 പൗണ്ട് എടുക്കാൻ കപ്പാസിറ്റി ഉള്ളവരാണെങ്കിൽ ദയവായി ഈ അഭ്യർത്ഥന കേൾക്കണം. ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഈ VVIP ടിക്കറ്റ് എടുക്കണം. 250 പൗണ്ട് കൊടുത്ത് നിങ്ങൾ മുമ്പിലിരുന്നത് കാണുന്നു എന്നത് മാത്രമല്ല, അതിനേക്കാൾ പ്രധാനപ്പെട്ടത് അസാധാരണമായ ഈ ലക്ഷ്യത്തെ നിങ്ങൾ 250 പൗണ്ട് സംഭാവന കൊടുത്ത് സഹായിക്കുന്നു എന്നതാണ്. നിങ്ങളുടെ സഹായമാണ് ഈ പരിപാടിയുടെ വിജയം. ഞാൻ മുഴുവൻ സമയവും അവിടെ ഉണ്ടാവും. കൂടുതലും നിങ്ങൾക്കൊപ്പം തന്നെ അവിടെ ഉണ്ടാവും. ഞാൻ ടിക്കറ്റ് കൊടുത്താണ് അതിൽ കയറുന്നത് എന്ന് ആദ്യം തന്നെ പറയട്ടെ. സൗജന്യ പാസ് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, എൻ്റെ മകൾ ഗംഗോത്രി മുതുകാടിനൊപ്പം നടക്കുന്ന പരിപാടിയുടെ ഭാഗമായി ഇതിനോടകം 1000 പൗണ്ട് ശേഖരിച്ചു കഴിഞ്ഞു. അത് ഈ പദ്ധതിക്ക് വേണ്ടി കൊടുക്കുകയാണ്. 1000 പൗണ്ട് എന്ന് വെച്ചാൽ ഏതാണ്ട് 1 ലക്ഷത്തിലധികം രൂപയാണ്. ഗംഗോത്രി കുറച്ചുകൂടി ശേഖരിക്കാൻ കഴിയും വരുന്ന 10 ദിവസത്തിൽ എന്നാണ് എന്നോട് ഇന്ന് വിളിച്ചപ്പോൾ പറഞ്ഞത്. എന്ന് വെച്ചാൽ ഒരു 2 ലക്ഷം രൂപ വരെ ഗംഗോത്രിക്ക് മുതുകാടിൻ്റെ ഈ സംരംഭത്തിന് വേണ്ടി കൊടുക്കാൻ കഴിയും എന്നവൾ ആത്മവിശ്വാസം പുലർത്തുന്നു. മുതുകാടിനൊപ്പം അന്ന് രാവിലെ 11 മണിക്ക് ഏതാണ്ട് 100 പേർ നടക്കുന്നതിൻ്റെ ഭാഗമായി അവർ ശേഖരിക്കുന്ന പണം ഇപ്പോൾ തന്നെ ഏതാണ്ട് 30 ലക്ഷം കഴിഞ്ഞിട്ടുണ്ട്. അവരത് 50 ലക്ഷമാക്കണമെന്ന വാശിയിലാണ്. അതിനവർക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഈ പരിപാടിയിൽ വരുന്ന നിങ്ങൾ ദയവായി ഇതിന് മുമ്പിലെ സീറ്റ് എടുത്ത് ഇതിനെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒക്ടോബർ 19-ാം തീയതി മുതുകാടിനൊപ്പമുള്ള നടപ്പിൽ ഞാൻ ഉണ്ടാവും. മാത്രമല്ല, അതിനുശേഷം പ്രജാപതി ഹാളിൽ ഈ പ്രോഗ്രാം സമയത്തും ഞാൻ ഉണ്ടാവും. അതുകൊണ്ട് ദയവായി ഈ സ്വപ്ന പദ്ധതിയോട് സഹകരിക്കാൻ നിങ്ങൾ ഉണ്ടാവണമെന്ന് അപേക്ഷിക്കുന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നടപ്പ് എന്ന് പറയുന്നത് ഓരോരുത്തരും അവരവരുടെ ബന്ധം ഉപയോഗിച്ച് പണം ശേഖരിക്കുന്നതാണ്. ഈ പണം മുഴുവൻ മുതുകാടിന് കൈമാറും. ലെസ്റ്ററിലൊരു ജേക്കബ് ചെറിയാനാണ് ഇതുവരെ ഏറ്റവും കൂടുതൽ ഫണ്ട് ശേഖരിച്ചിരിക്കുന്നത്. 3768 പൗണ്ട്, ഏതാണ്ട് 4 ലക്ഷം രൂപ. രണ്ടാമത് പീറ്റർബറയിലുള്ള ജോൺസൺ കളക്ട് ചെയ്തിരിക്കുന്നത് 2431 പൗണ്ട്, എന്ന് വെച്ചാൽ ഏതാണ്ട് 2.5 ലക്ഷം രൂപ. മൂന്നാമത് ജോർജ് പുത്തൂർ, ഒരു പള്ളിയിലച്ഛനാണ്. അച്ഛൻ ഇതുവരെ ശേഖരിച്ചിരിക്കുന്ന 1575 പൗണ്ട്. പിന്നെ ഒരു റെജി തോമസ്, ഷിജു ചാക്കോ, സിജിമോൾ എബ്രാഹിം എന്നിവർ 1000 പൗണ്ടിൽ കൂടുതൽ
മീഡിയ. ഏഴാമത് ഫണ്ട് ശേഖരണത്തിൽ ഏഴാമത് ഇപ്പോൾ നിൽക്കുന്നത് ഗംഗോത്രിയാണ്. ഗംഗോത്രി 1031 പൗണ്ട് ശേഖരിച്ചിട്ടുണ്ട്. അങ്ങനെ ഏതാണ്ട് 100ഓളം പേരാണ്. അതിൽ ഫണ്ട് ശേഖരിക്കാത്തവരുണ്ട്. പക്ഷേ എല്ലാവരും കുറഞ്ഞത് 100 പൗണ്ടെങ്കിലും ശേഖരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒക്ടോബർ 19 ലെസ്റ്ററിലെത്തണം. ഈ പരിപാടിയിൽ ടിക്കറ്റ് എടുത്ത് കാണണം. അതിൻ്റെ ടിക്കറ്റ് എടുക്കാൻ ലിങ്കാണ് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. പറ്റുമെങ്കിൽ 250 പൗണ്ടിൻ്റെ ടിക്കറ്റ് തന്നെ എടുക്കണം. ഈ മഹത്തായ പരിപാടി വിജയിപ്പിക്കണം. അപ്പോൾ ഒക്ടോബർ 19 ലെസ്റ്ററിൽ നമുക്ക് കാണാം. അടുത്ത ഞായറാഴ്ച ലെസ്റ്ററിൽ നടക്കുന്ന ഈ പരിപാടിയെക്കുറിച്ച് മുതുകാടിൻ്റെ 1 മിനിറ്റുള്ള സന്ദേശം കൂടി കേൾക്കുക. നമസ്കാരം, ഞാൻ ഗോപിനാഥ് മുതുകാട്. മാജിക്കും മ്യൂസിക്കും മോട്ടിവേഷനും സമന്വയിക്കുന്ന M-Cube ഒക്ടോബർ 19 ലെസ്റ്ററിലെ പ്രജാപതി ഹാളിൽ നടക്കുന്ന വിവരം എല്ലാവർക്കും അറിയാമല്ലോ. അതിൻ്റെ മുന്നോടിയായി ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ അന്ന് രാവിലെ 11 മണിക്ക് ഒരു ചാരിറ്റി വാക്ക് സംഘടിപ്പിച്ചത് സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. ബീക്കൺ ഹിൽ പാർക്കിലാണ് ഈ ചാരിറ്റി വാക്ക് സംഘടിപ്പിച്ചിരിക്കുന്നത്. എല്ലാവരെയും കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു. അതോടൊപ്പം നിങ്ങളോടൊപ്പം നടക്കാനും കാത്തിരിക്കുന്നു. ആയിരക്കണക്കിന് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ഒരു ആശ്വാസ കേന്ദ്രമായി ഉയരുന്ന ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് എന്ന ഡിഫറൻറ്റ് ആർട്സ് സെൻ്ററിൻ്റെ സ്വപ്നം സാർത്ഥകമാക്കാനാണ് മാജിക്കും മ്യൂസിക്കും മോട്ടിവേഷനും സമന്വയിക്കുന്ന കലാസന്ധ്യ ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒപ്പമുണ്ടാവണം എന്ന് എല്ലാവരോടും വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.